വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം. കൽപ്പറ്റയിലെത്തിയ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ വരവേൽപ്പാണ് അവിടെ ലഭിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മോഹൻ, കൽപ്പറ്റയിലെ റോഡ് ഷോ എങ്ങനെ മുന്നോട്ട് പോകുന്നു? സുജയ, കൽപ്പറ്റയിൽ റോഡ് ഷോ അല്പം മുൻപാണ് ആരംഭിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. വയനാടിനെ, കൽപ്പറ്റയിലെ തന്നെ ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുൻപിലായി ചെണ്ടമേളവും അതിന് തൊട്ടുപിറകിലായി കാവടി ആട്ടവും പിന്നെ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത്. സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് വയനാട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കടന്ന് അദ്ദേഹം SKMJ സ്കൂൾ പരിസരത്തേക്കാണ്. ആദ്യം വയനാട് കവാടത്തിലേക്ക് എത്തിയപ്പോൾ വയനാട് ലക്കിടിയിൽ വെച്ചായിരുന്നു പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിനുശേഷം കരിന്തണ്ടൻ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു കൽപ്പറ്റ നഗരത്തിലേക്ക് എത്തിയത്. നഗരത്തിൽ പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമാണ് സുരേന്ദ്രന് വേണ്ടി ഒരുക്കിയത്. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിലൂടെയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ വ്യാപകമായ പ്രചരണം പരിപാടികൾ നടത്തുമെന്ന് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. പ്രധാനമായും വയനാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നേരത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഒരു തരത്തിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാത്തതിനാൽ തന്നെ ഇത്തവണ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നേരത്തെ തന്നെ നമ്മളോട് സന്ദീപ് ഗാരർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവസാന സ്വീകരണ സ്ഥലമായ SKMJ സ്കൂൾ പരിസരത്താണ് ഈ റോഡ് ഷോ അവസാനിക്കുക. സുജിയ, ദീപക് മോഹൻ, ഇനിയിപ്പോൾ കൃത്യം ഒരു മാസമേ ഉള്ളൂ കേരളത്തിൽ വോട്ടെടുപ്പിന്. ഇനിയുള്ള ഒരു മാസക്കാലം മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്യാനാണോ കെ സുരേന്ദ്രന്റെ പദ്ധതി? കാരണം നേരത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നൊക്കെ മാറി നിന്നത് എല്ലായിടങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഒരുപോലെ പ്രചാരണം നടത്താൻ പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ഇനിയുള്ള പദ്ധതി എന്താണ്? പ്രധാനമായി സുജിയ, നേരത്തെ CPMന്റെ അതായത് LDFന്റെ സ്ഥാനാർത്ഥി ആൻരാജ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. പക്ഷേ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ എത്താൻ താമസിച്ചു. ഈ വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലായുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ മലപ്പുറം ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളും, അതായത് വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ 3 സ്ഥലങ്ങളും, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും ഉൾപ്പെടുന്ന 7 സ്ഥലങ്ങളാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം. മുൻപുണ്ടായിരുന്നു, അതായത് 2009 ആദ്യ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നത്. അന്നായിരുന്നു മണ്ഡല രൂപീകരണം. അന്ന് മുതൽ കോൺഗ്രസിനൊപ്പം തന്നെയായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം. പക്ഷെ കഴിഞ്ഞ 3 തവണയും BJPയുടെ വോട്ടിംഗ് ശരാശരി വെച്ച് നോക്കുന്ന സമയത്ത് 2014 ഏറ്റവും കൂടുതൽ വോട്ട്, അതായത് 82,000-ഓളം വോട്ട് അന്ന് BJP നേടിയിരുന്നു. കഴിഞ്ഞ തവണ BDJSന്റെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തിയ സമയത്തും 78,000-ലധികം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വലിയ രീതിയിൽ കാവടിയേന്തിയും അതുപോലെ തന്നെ ബാൻഡ് മേളവും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. NDA സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള സ്വീകരണം അവിടെ ലഭിക്കുന്നു. കൽപ്പറ്റയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ.